കൃതാവുണ്ടോ? അകത്തുണ്ട്. നടക്ക്. സാറേ, ഇതേണ്ട മൈസൂരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ ആ കോഴിക്കർഷകരുടെ ലോണിൻ്റെ കാര്യം. മൈസൂരാനിത് 5ഉം 10ഉം കോഴികൾ വെച്ച് കൃഷി ചെയ്യുന്ന ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ്. ഇതിൽ തിരുമറി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ പൊന്നു സാറേ, ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ 10 പേരുടെ ഐഡന്റിറ്റി കാർഡ് അങ്ങോട്ട് തരും. 10 പേരും. അത് ആരായെന്നൊന്നും സാർ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ലോൺ മുഴുവൻ ഞാൻ എടുത്തോളാം. സാറേ, ആ സബ്സിഡി വേണം, ഞങ്ങൾ സാറിനങ്ങ് തന്നേക്കാം. ചേട്ടൻ എഴുന്നേക്ക്. സണ്ണിയാളെ വിളിച്ചോണ്ട് പോ. സണ്ണി, സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന റോഡിൻ്റെ പണി എപ്പോഴാണ് വേണ്ടത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അത്തപ്പൂക്കള വിട്ട പോലത്തെ റോഡ് പണിതിട്ട് ഒരു മഴ പെയ്തപ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോയതിൻ്റെ ഗതികേട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളിടത്തോളം കാലം ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചേട്ടാ, സമയം കളയണ്ട, ചെല്ല്. ശരി, കാണാം. ആ ആടാ. അതെ, ചന്തു വന്നു. എന്തു പറ്റിയളിയാ നേരത്തെ? ഏയ്, ഇവനെ ചെറിയ തലവേനയും പനിക്കോളൊക്കെ. ചേട്ടാ, ചന്തു ഇപ്പം വേണ്ട മരുന്നൊന്നും കഴിക്കുന്നില്ല. എല്ലാം സോമൻ ചേട്ടൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളവനെ. എൻ്റെ പിന്നെ എനിക്ക് ഇവനും സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? സോമൻ ചേട്ടാ, മിനി ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആളാ. ആളിയെ ഇംഗ്ലീഷ് മരുന്നിന് അങ്ങനെ കുറച്ച് കാണണ്ട. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. ആ സമയത്തെ ഈ ഇഞ്ചിയും കുരുമുളകൊന്നും അത്ര പ്രയോജനപ്പെട്ടൊന്നും വരില്ല. ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് അറിയോ? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുവാണ്. നീ കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങാൻ നോക്ക്. ചേച്ചി തിരിച്ചു വന്നോ? ആ, തിരിച്ചു വന്നു. ചെറിയൊരു ഹോം സിക്നസ്. അവളങ്ങനെ അധികം മാറിയൊന്നും നിന്നിട്ടില്ല. ശരി എന്നാ. ശരി. ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ കൂട്ടാലോ? എപ്പോഴും സോമൻ ചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പാലാർക്ക് നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ അങ്ങ് വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരമാണ്. ഇതാ? ആ, ഇതെവിടെയെങ്കിലും ഭദ്രോട്ട് വെക്കണം. ഇതെന്ത്? പുള്ളിക്കാരൻ ഇത് വെച്ചാ പല്ല് കേൾക്കുന്നത്. ഇതാ? ആ, ബെസ്റ്റ്. എന്തേ കാണിക്കുന്നേ? ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയറാ. ആ, കൊടൈക്കനാലെത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ, തിരിച്ചങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളമൊക്കെ? ആ, സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറി തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ തോമ? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ, ചെല്ലു ചെല്ലു. അമ്മ, ഞാനില്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. ശരി, പോയിട്ട് എങ്ങനെയുണ്ട്? ശരി. ശാലിനി, കേറി വണ്ടി എടുക്കണോ? ഹണിമൂണ് ചേച്ചിയെ വിളിച്ചില്ലേ അവര്? ഓ, നമ്മുടെ മോണൊക്കെ കഴിഞ്ഞില്ലേടിയേ? ഓ, ഇവിടെ ഇവിടെ ഇവിടെ.
ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഇവിടെ അവന്റെ അച്ഛനുള്ളപ്പോ വന്നതാ. വെയിറ്റിംഗ് ചാർജ് തന്നാ മതി. ആട്ടിറച്ചി പപ്സ് ഉണ്ടോ? ആടാ മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. പച്ചക്കറി എന്റെ പട്ടി തിന്നു. നീ മീറ്റ് ചിക്കൻ ഓരോന്ന് പൊതിഞ്ഞെടുത്തേ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് കൊടൈക്കനാലിലേക്കുള്ള വഴി. ആ ശാലിനി, മഴവിൽക്കാവിടെ സിനിമ കണ്ടതല്ലേ? ഞാൻ ആ പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ശോ, അബ്രപാളിയിൽ സത്യനന്ദിക്കാട് വിരചിച്ച ചലച്ചിത്ര കാവ്യമല്ലേ? ആ, അല്ല നല്ല കലക്കം പടമാന്ന് പറഞ്ഞാ. എടോ, നമുക്ക് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോവാം. ഓ മൈനാക പൊന്മുടിയിൽ പൊന്നിനി നീ 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 നീ. ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. ഉണ്ടെങ്കിൽ ഇട്. പറയുമ്പോ തന്നെ മൈനാകം വരുമോ? നോക്കട്ടെ. താനിട് പറയുന്നത് കേട്ടാ മതി. എന്നാ. അയാളൊരു മൈനാകം. ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു. നമുക്ക് കുറെ സമയമുണ്ട്, യാതൊരു ധൃതിയില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കയറിയാൽ മതി. എന്തൊരു അനുഭൂതിയല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അമ്മേനെയും കൂട്ടാം അല്ലേ? വേണ്ടേ? നമുക്കേ കുറച്ചധികം പഞ്ചാമൃതം വാങ്ങിയിട്ട് ശാലിനിയുടെ വീട്ടിൽ കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിക്കോട്ടെ. അതൊന്നും വേണ്ട. നമ്മളിവിടെ കയറിയ കാര്യം എന്റെ വീട്ടുകാർ അറിയണ്ട. വാ. ഒരാഴ്ച കടന്നുപോയതറിഞ്ഞില്ല. നിരീശ്വരവാദിയായ സോമൻ ചേട്ടൻ എൻ്റെ തടി കുറയ്ക്കാനുള്ള ആദ്യപടിയായിട്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു.